ഏഷ്യ കപ്പിൽ അങ്ങനെ 10-20 ദിവസത്തെ മത്സരങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടാൻ പോവുകയാണ്. നമുക്കറിയാം ഇന്ത്യ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കരുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സമീപകാല പ്രകടനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഫൈനലിലുണ്ട്. പാകിസ്ഥാൻ പ്രത്യേകിച്ച് 2 മത്സരം ഇന്ത്യനായിട്ട് ഓൾറെഡി പരാജയപ്പെട്ടിട്ടുണ്ട്, സൂപ്പർ 4 ഘട്ടത്തിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിലും. നമ്മൾ ഈ ഏഷ്യ കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, അതായത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ 3 മത്സരങ്ങൾ വരെ നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അതങ്ങനെ നടക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഫൈനൽ വരുന്നത്. ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഇപ്പോൾ ഗ്രൂപ്പിലാണെങ്കിലും സൂപ്പർ 4 മത്സരങ്ങളിലാണെങ്കിലും ഒക്കെ വിജയിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് തോറ്റതിന്റെ ഒരു നാണക്കേട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പൊ അവരെ സംബന്ധിച്ച് ഫൈനലിലും കൂടി തോറ്റു കഴിഞ്ഞാലും ഓൾറെഡി ഇന്ത്യനായിട്ട് തോറ്റു. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഒരു പടി ഈ പറയുന്ന മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെയധികം സമ്മർദ്ദം നൽകുന്ന ഒരു മത്സരം കൂടിയാണ്. കാരണം 2 മത്സരം ജയിച്ചതിന്റെ അതേ പെർഫോമൻസ് ഇന്ത്യക്ക് കാഴ്ചവെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശ്രീലങ്കക്കെതിരെയുള്ള മത്സരത്തിൽ ശ്രീലങ്ക നമുക്ക് പ്രധാനപ്പെട്ട ബോളർമാരിൽ പലരും ഇപ്പോൾ ബുംറ ഇല്ലെങ്കിൽ പോലും ആ ഒരു റണ്ണ് അവർക്ക് ചേസ് ചെയ്ത് അതിനൊപ്പം എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സമ്മർദ്ദം കൂടി ഉണ്ട് ഇന്ത്യൻ ടീമിന്. അപ്പം ഇന്ത്യൻ്റെ മാത്രമല്ല ഫീൽഡിങ് അങ്ങനെയുള്ള പല വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ത്യക്ക് പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ ഏഷ്യ കപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കിയിട്ട് ഓരോ കാര്യങ്ങളിലും ഏത് ടീമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം പറയുന്നത് പവർ പ്ലേനെ കുറിച്ചിട്ടാണ്. പവർ പ്ലേയിൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ നോക്കുന്ന സമയത്ത് ഈ ഏഷ്യ കപ്പിലെ ഏറ്റവും മികച്ച പവർ പ്ലേ ടീം അത് ഇന്ത്യ തന്നെയല്ലേ? അത് അഭിഷേകിന്റെ കരുത്ത് നമുക്ക് അഭിഷേക് തന്നെ പറയേണ്ടി വരുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തായിട്ട് തന്നെ അഭിഷേക് മാറിയിട്ട് T20 കുറച്ച് നാളായിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു T20 റെക്കോർഡ് പോയിന്റിൽ കോഹ്ലിയുടെ പോയിന്റ് അദ്ദേഹം ചിലപ്പോൾ തകർത്തേക്കാം. കോഹ്ലിയുടെ റെക്കോർഡ്, ഇന്ത്യക്കാരൻ്റെ റെക്കോർഡ് തകർക്കുന്ന ലെവലിലേക്കാണ് അഭിഷേക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏഷ്യ കപ്പിലെ തുടക്കത്തിൽ നോക്കിയാൽ നമുക്കറിയാം, ആദ്യത്തെ 6 ഓവറിൽ റൺസ് സ്കോർ ചെയ്യുന്നതിൽ അത് മറ്റേത് ടീമിനും ഇന്ത്യയും തമ്മിലുള്ള മാറ്റം അഭിഷേക് ഇല്ല എന്ന് തന്നെയാണ് വരുന്നത്. അഭിഷേകിൻ്റെ ആ ഒരു വിസ്ഫോടനമായ ബാറ്റിംഗ്, അഭിഷേക് ഒന്ന് വീണ് പോയാൽ എന്താവും എന്ന തരത്തിൽ നമുക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഗില്ല് എല്ലാ വർഷത്തും അങ്ങനെ ഉയരുന്നില്ല, പിന്നെ സൂര്യകുമാർ അങ്ങനെ എല്ലാ വർഷത്തും ഉയരുന്നില്ല. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒട്ടേറെ ആശങ്കയുണ്ടാവും. പക്ഷേ അഭിഷേകിൽ വിശ്വാസമുണ്ട്. ഈ നിർണായക ഘട്ടത്തിൽ, അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനെതിരെ മത്സരത്തിലൊക്കെ അഭിഷേക് വരുന്നത് ഒരു തീപ്പൊരിയായിട്ട് സ്പാർക്കായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ കോച്ച് യുവരാജാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യുവരാജിൻ്റെ അഗ്രഷൻ്റെ അതിൻ്റെ ഡബിളാണ് അഭിഷേക് കാണിക്കുന്നത്. ആ ബാറ്റിങ്ങിൻ്റെ സ്ഫോടന ശേഷി അത് തന്നെയാണ് വരുന്നത്. അപ്പം ഇന്ത്യയുടെ കരുത്ത് ബാറ്റിങ്ങിൽ ഇത് തന്നെയാണ് വരുന്നത്. നേരെ വെച്ച് പാകിസ്ഥാൻ ഏറ്റവും വലിയ തലവേദന അതാണ്. 1-2 മത്സരത്തിൽ ഓപ്പണർമാർ പിന്നെ ഒരാൾ തിളങ്ങിയത് ഒഴിച്ച് ഏറ്റവും മോശം ഓപ്പണർമാരുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ അവർക്ക് അങ്ങനെ കത്തിക്കയറാൻ പറ്റുന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. ബാക്കിൻ്റെ ബാറ്റിംഗ് ഓർഡർ നോക്കിയാൽ ടോപ്പ് ഓർഡർ, മിഡിൽ ഓർഡർ എല്ലാം പ്രശ്നമുണ്ട്. പക്ഷേ ഓപ്പണർമാരിലേക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നമുക്കറിയാം, ഒരു ഓവറിൽ 6 ബൂമറെ 6 സിക്സ് അടിക്കാൻ പറ്റുന്ന താരത്തിന്റെ ഒക്കെ അവസ്ഥ നമ്മൾ ഓപ്പണിംഗ് സ്ഥാനത്ത് തന്നെ അയാളെ മാറ്റേണ്ടി വന്നു. തീർച്ചയായും അത് ആ ലെവലിലേക്കാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് പോകുന്നത്. അവിടെയും ഈ അഭിഷേകും ഗില്ലും തമ്മിൽ, ഗില്ലും മികച്ച തുടക്കം നൽകിയിട്ടുണ്ട്. രണ്ടുപേരും തമ്മിൽ നന്നായിട്ട് തുടങ്ങാൻ പറ്റുന്നുണ്ട്. ഗില്ലിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ഗില്ല് ഓപ്പണിംഗ് ചില മത്സരങ്ങളൊക്കെ നൽകുന്നുണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം സഞ്ജോട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗില്ലിന് ഇത് പോരാ എന്ന് നമുക്ക് തോന്നുന്ന പല മത്സരങ്ങളിലും. പക്ഷേ ഗില്ലിനും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അഭിഷേക് നല്ല സപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ആ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ, അഭിഷേക് കത്തിക്കയറുന്നത് സംശയമില്ല. തീർച്ചയായും ഇപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളാണെങ്കിൽ പോലും ഈ 2 മത്സരങ്ങളിൽ സൂപ്പർ 4-ൽ 69 റൺസ്, അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ 61, ആ ഒരു രീതിയിൽ ഇന്ത്യക്ക് റണ്ണ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കരുത്ത് ആയിട്ട് എടുത്ത് പറയേണ്ടത്. മൊത്തത്തിൽ ഇന്ത്യയുടെ ഈ ഒരു ഏഷ്യ കപ്പിലെ ആദ്യത്തെ 6 ഓവറിലൊരു റൺ റേറ്റ് നോക്കുമ്പോൾ അത് 11ന്റെ മുകളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കോൺഫിഡൻസ്. അതുപോലെ തന്നെയാണ് മിഡിൽ ഓവറുകൾ, പ്രത്യേകിച്ച് സ്പിന്നർമാർ അരങ്ങ് വാഴുന്ന ഈ ദുബായിലെ പിച്ചിൽ മിഡിൽ ഓവറുകളിലെ ബാറ്റിംഗ് വളരെയധികം പ്രത്യേകിച്ച് ഇന്ത്യനെ സംബന്ധിച്ച് അതിൽ കുറെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ഒരു മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പാകിസ്ഥാന്റെ ഒരു മിഡിൽ ഓവറുകളുടെ റൺ റേറ്റ് എന്ന് പറയുമ്പോൾ 6.8 ആണെങ്കിൽ ഇന്ത്യയുടെ ഒരു 7.2, ഒരു നേരിയ മുൻതൂക്കം മിഡിൽ ഓവറുകളിൽ ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഒരു നേട്ടമായിട്ട് എടുത്ത് പറയാൻ പറ്റും. പാകിന്റെ ബോളർമാരുടെ പറയുമ്പോൾ സ്പിന്നർമാർ നമ്മൾ പ്രതീക്ഷ പോലെ ഉയരാൻ വേണ്ടി അവർക്കും പറ്റിയിട്ടില്ല. നമ്മൾ എല്ലാ മേഖലയും പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഈ പരമ്പരയുടെ ഏഷ്യ കപ്പ് മൊത്തം നോക്കിയാൽ 6 മത്സരങ്ങൾ വീതമാണ് എല്ലാ ടീമും കളിച്ചത്. അതിൽ ഇന്ത്യ 6 ജയിച്ചു, പാകിസ്ഥാൻ ജയിച്ചത് 4, 2 തോറ്റത്, 2 ഇന്ത്യയോടാണ്. അതിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുള്ള വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ഈ പറയുമ്പോൾ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോഴായാലും ഇന്ത്യക്ക് തിലകിനായാലും സൂര്യകുമാറിനായാലും പിന്നെ തിളങ്ങാൻ പറ്റുന്ന താരങ്ങളുണ്ട്. നമുക്ക് സ്പിന്നിനെതിരെ കളിക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട്. നമുക്ക് ഉറപ്പ് ഒരു ധൈര്യമുണ്ട് നമുക്ക്. നേരെ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അഭിഷേക് ഉണ്ട്, ചുമലിൽ എടുക്കാൻ അഭിഷേക് ഉണ്ട് ടീമിനെ. അഭിഷേക് ഇവിടെ മറ്റു താരം വരുന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ 1-2 താരങ്ങളെ പിടിച്ച് കാണിക്കാനില്ല.
അവർക്ക് അങ്ങനെ റൺ റേറ്റ് ഉയർത്താൻ വേണ്ടി പറ്റുന്നില്ല. T20 ആണ്, പിന്നെ ബോൾ പെർ റൺ വെച്ചിട്ട് പിന്നെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് മാത്രം കളിച്ചതിനെ കൊണ്ട് കാര്യമില്ല എന്നാണ് ഏറ്റവും വലിയ ഘടകം വരുന്നത്. അവിടെയാണ് ഈ മാറ്റം വരുന്നത്. അതെ. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്ത്യയും മറ്റ് ടീമുകളും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് ഡോട്ട് ബോളുകൾ കുറവാണ്. ഇപ്പോൾ ബൗണ്ടറികളൊക്കെ ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതി ഇന്ത്യ പിന്തുടരുന്നുണ്ട്. മാക്സിമം റൺ അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് സിംഗിളും ഡബിളും ഒക്കെ എടുക്കുന്ന ആ രീതിയിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ടീമുകളിൽ ഇപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിലും മറ്റുള്ള ടീമുകളാണെങ്കിലും അതിലാണ് കുറച്ചൊരു കുറവ് വരുന്നത്. അതെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ് പ്രധാനമായിട്ടും മിഡിൽ ഓവറുകളിൽ എടുത്തു പറയേണ്ടത്. പക്ഷെ നമുക്ക് ഡെത്ത് ഓവർ ബാറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം പാകിസ്ഥാൻ ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അത് ഇന്ത്യക്കെതിരെ അതുപോലെ തന്നെ പല മത്സരങ്ങളിലും അവര് അവസാനം, ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ പോലും അവസാനമാണ് അവരുടെ റണ്ണ് കയറുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇന്ത്യയുടെ ഈ ഡെത്ത് ഓവറുകളുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് 8.4 ആണെങ്കിൽ പാകിസ്ഥാന്റെ 9.2 ആണ്. അപ്പൊ അതൊരു നല്ല ഡിഫറൻസ് തന്നെ ഉണ്ട്. കഴിഞ്ഞ 2 മാസം നമുക്ക് നോക്കിയാൽ ഷഹീൻ ഷാഫ്രിദി വന്നിട്ട് നമുക്ക് വാൽറ്റമാണ് വന്നിട്ട് കളി തിരിച്ചു പിടിക്കുന്ന പറയാൻ പറ്റും. 2 മത്സരത്തിൽ നമുക്ക് വലിയ വിക്കറ്റ് 7 വിക്കറ്റിനും 6 വിക്കറ്റിനും നമ്മൾ ജയിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് വന്നത്, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന മത്സരം കൊണ്ടുപോയിട്ട് കളയുന്നത്, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ നോക്കുമ്പോൾ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് 25 റൺസിലധികം വഴങ്ങുന്നത് ഈ ഡെത്ത് ഓവറിൽ വരുന്ന സമയത്താണ്. അവിടെ നമുക്ക് ഒരു ലൂസായി പോകുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ലോകോത്തര ബോളർമാരുടെ ടീമാണ്. ബുംറയെ പോലെ അത് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്ത് പറയണം, പാകിസ്ഥാനെതിരെ അവസാനം പിന്നെ സൂപ്പർ 4 മത്സരത്തിൽ റൺസ് വഴങ്ങാൻ വിക്കറ്റ് എടുക്കാൻ പറ്റാതെ വിക്കറ്റില്ലാതെ തന്നെ 45 റൺസോളം ബുംറയ്ക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചില പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഘടകം നമ്മൾ പറഞ്ഞാൽ ബംഗ്ലാദേശ് മത്സരം പറഞ്ഞാൽ തന്നെ ഫീൽഡിംഗ് ആണ്. ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പറയുമ്പം ഏഷ്യ കപ്പിലെ ഏറ്റവും മികച്ച ഫീൽഡിംഗ് ടീം പാകിസ്ഥാനെന്ന് പറയേണ്ടി വരും, ഏറ്റവും മോശം ടീം ഇന്ത്യ ആണെന്ന് പറയേണ്ടി വരും ഫീൽഡിംഗ് ടീം. അതിൽ ഫാക്ച്വൽ കണക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ഫാക്ട് അങ്ങനെയാണ് വരുന്നത്. 13 ക്യാച്ചുകൾ ഇന്ത്യ വിട്ടിട്ടുണ്ട്, വെറും 3 ക്യാച്ച് മാത്രമാണ് പാകിസ്ഥാൻ വിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ടീമാണിത്. അപ്പം ഈ ഡെത്ത് ഓവറിലേക്ക് വരുമ്പോഴേക്ക് ഇത് നിർണായകമാവുന്നുണ്ട് തന്നെ വേറെ ഘടകമാണ്. കാരണം ഫീൽഡിംഗ് ക്യാച്ചസ് വിൻ മാച്ചസ് നമ്മൾ എപ്പോഴും പറയുന്ന സാധനമാണ്. അതിന് പറ്റാത്ത ഒരു ടീമായിട്ട് മാറുന്നുണ്ട്. അതിപ്പം എവിടെ ആയാലും ഏത് ഡെത്ത് ഓവറിൽ മാത്രമല്ല എല്ലായിടത്തും വരുമ്പോൾ ഇന്ത്യയുടെ ഫീൽഡിംഗ് സെറ്റ് ആയില്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടി ലഭിച്ചേക്കാം. കാരണം മറ്റെല്ലായിടത്തും ജയിച്ചാലും ഈ ഒരു ഫീൽഡിങ്ങിൻ്റെ പിഴ കൊണ്ട് മാത്രം ഇന്ത്യ പരാജയപ്പെട്ടാലൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയാം നിലവിലെ അവസ്ഥയിൽ അതിൻ്റെ സാഹചര്യം വളരെ കുറവാണ്. ബാക്കിയിലെ എല്ലാ ഘടകങ്ങളിലും മികച്ചു നിൽക്കുന്ന ഒരു ടീമായതുകൊണ്ട് മാത്രം. പക്ഷേ ഡെത്ത് ഓവറിൽ പറഞ്ഞ പോലെ റൺസ് വഴങ്ങുന്ന കുറച്ചുകൂടി പിന്നെ അവിടെ ഒരു റൺസ് വിട്ട് കൊടുക്കുന്ന ഒരു പിശുക്ക് കാണിച്ചാൽ ഇന്ത്യക്ക് സെക്യൂറായിട്ട് ഒരു വലിയ മാർജിനിൽ തന്നെ വിജയിക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായും. ഇപ്പോൾ ഈ ബൗളിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പവർ പ്ലേ ബൗളിംഗ് ആണെങ്കിലും ഡെത്ത് ഓവർ ബൗളിംഗ് ആണെങ്കിലും ഇന്ത്യനെ സംബന്ധിച്ച് മിഡിൽ ഓവറുകളുടെ ബൗളിങ്ങിന് ഒരു വലിയ ആശങ്കകളൊന്നുമില്ല. കാരണം സ്പിന്നർമാർ നല്ല രീതിയിൽ പന്തെറിയുന്നുണ്ട്. കുൽദീപ് യാദവ് ആണെങ്കിലും വരുൺ ചക്രവർത്തിയാണ്. കുൽദീപ് യാദവ് അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ നല്ല രീതിയിൽ പിന്തുണ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഇപ്പോൾ പവർ പ്ലേ ബൗളിംഗ് ആണെങ്കിലും ഇപ്പോൾ പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ശ്രീലങ്കയ്ക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ കുറച്ച് പിന്നിലായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഒരു ഏറ്റവും മികച്ച രീതിയിൽ ബുംറയ്ക്കൊക്കെ പന്തെറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പാകിസ്ഥാനായിട്ട് നമുക്കറിയാം ബുംറ ആദ്യ മത്സരത്തിൽ 3 ഓവർ ബുംറ തന്നെ പവർ പ്ലേയിൽ എറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യ ഒരു കുറച്ച് പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും മാത്രമല്ല പാകിസ്ഥാൻ ഈ ടൂർണമെന്റ് പുരോഗമിക്കും തോറും പാകിസ്ഥാന്റെ പേസ് ബോളർമാർ കുറച്ചുകൂടി നല്ല രീതിയിൽ പന്തെറിഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ബോളിങ്ങിൽ നോക്കുകയാണെങ്കിൽ രണ്ടും സ്പിന്ന് അല്ലെങ്കിൽ മധ്യ ഓവറുകൾ ഭരിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടെങ്കിൽ പോലും ഡെത്ത് ഓവർ ബോളിംഗ് അതുപോലെ തന്നെ പവർ പ്ലേയിലും കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ശ്രീലങ്ക പോലുള്ള ടീമുകളായിട്ട് വരുന്ന സമയത്ത്. അതെ. അപ്പൊ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരം ശ്രീലങ്കയ്ക്കെതിരെ ഡെത്ത് ഓവറിൽ നമ്മൾ നന്നായിട്ട് എറിഞ്ഞു, വലിയ കുഴപ്പമില്ലാതെ അതെ തിരിച്ചു വരാൻ വന്നു, മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി. പക്ഷെ അതേസമയം അത് അത്രയും റൺസ് ബാറ്റർമാരെ സ്കോർ ചെയ്തതുകൊണ്ട് മാത്രം. അതെ, പവർ പ്ലേയിൽ വന്ന സമയത്ത് നമുക്ക് ബുംറ ഇല്ല, പക്ഷെ ഒരു മോശം. അതെ. ഇപ്പൊ ബുംറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പാകിസ്ഥാനെതിരെ അന്ന് ബുംറ റൺ വഴങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ബംഗ്ലാദേശിനെതിരെ ബുംറ തിരിച്ചു വന്നു. പക്ഷെ എന്നാ പോലെ ആ രീതിയിലേക്ക് ഒരു ബുംറയെ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ലഭിച്ചില്ല എന്ന് പറയാം. അതെ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ടീമിനും ഈ പറയുന്ന പോലത്തെ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. യുഎയിലെ പിച്ചിൽ ഇന്ത്യയുടെ പിന്നെ സ്പിന്നർമാരുടെ കാര്യത്തിലേക്ക് ഇപ്പം പറഞ്ഞ പാകിസ്ഥാന്റെ പേസർമാരാണ് ഹാരിസ് റൌഫും നമുക്കറിയാം അഫ്രീദിയും പോലെ താരങ്ങൾ. ആ പേസർമാരാണ് അവർ കളി പിടിക്കുന്നത്. ഞാൻ വെച്ചാൽ നമുക്ക് ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ വരുൺ ചക്രവർത്തി നമ്മൾ പടം നയിക്കുന്ന രീതി ഇപ്പം കുൽദീപ് യാദവ് ഏറ്റെടുത്ത് കുൽദീപ് നയിക്കുവാണ്. വരുൺ ചക്രവർത്തി അക്സറും സപ്പോർട്ട് നൽകുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷേ കുൽദീപ് പിന്നെ 13 വിക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആയിട്ടുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് നേരെ അപ്പുറം 9 വിക്കറ്റുകളെങ്കിൽ ഹാരിസ് റൌഫും സംഘമാണ്. പാകിസ്ഥാന്റെ നമുക്കറിയാം പാക്കിന്റെ ബൗളിങ് പണ്ട് പറഞ്ഞ തീ തുപ്പുന്ന ബോളർമാർ പറഞ്ഞില്ല, അതിൻ്റെ നീളമൊന്നും അല്ലെങ്കിൽ കൂടി ഇപ്പോഴും അവർക്കൊരു ഇത് കിട്ടുന്നത് പാകിസ്ഥാന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്നത് പേസർമാർ തന്നെയാണ്.
തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ ഒരു വിവിധ ഘടകങ്ങളൊക്കെ നമ്മൾ നോക്കിയതിൽ ഏത് ടീം വിജയിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ നിലവിലുള്ള പെർഫോമൻസും സമീപകാല പ്രകടനവും ഒക്കെ നടത്തുകയാണെങ്കിൽ അതെങ്ങനെ പറയാൻ പറ്റുന്നു? അതിൽ സംശയമൊന്നുമില്ല. നമ്മളിപ്പം സേഫ് തുടക്കം പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞു 3 പ്രാവശ്യം ഏറ്റുമുട്ടുന്നത്. അന്നേരം നമ്മൾ പറഞ്ഞു 3 പ്രാവശ്യം നമുക്ക് ഇന്ത്യക്ക് ജയിക്കാനുള്ള മത്സരം വരുന്നതെന്ന്. ആദ്യ മത്സരം ഗ്രൂപ്പ് ഘട്ടത്തിലും ജയിച്ചു, സൂപ്പർ ഫോറിൽ ജയിച്ചു, ഫൈനലും സുഖമായിട്ട് ജയിക്കുന്നു. ആകെ കൂടി ഞാൻ പറഞ്ഞ ഒരു എനിക്കൊരു ആശങ്കയില്ല, അല്ലെങ്കിൽ ഒരു ഘടകം ചൂണ്ടിക്കാണിക്കുന്ന ഘടകം ഫീൽഡിംഗ് ഇന്ത്യ സെറ്റ് ചെയ്യണം. ഫീൽഡിംഗ് ഇന്ത്യ സെറ്റാക്കിയാൽ ഒരു സംശയമില്ല, ഫീൽഡിംഗ് ഇല്ലെങ്കിൽ ജയം ഉറപ്പാണ്. 70% ഇന്ത്യക്ക് തന്നെയാണ് പറയുന്നത്. ബാക്കി 30% കാണുന്നത് ഈ ഫീൽഡിങ്ങും പിന്നെ നമ്മൾ പറയുന്ന ഡെത്ത് ഓവറിൽ റൺസ് കൊടുക്കുന്ന ഈ 2 ഘടകങ്ങളാണ് ഞാൻ കാണുന്നത്. അത് രണ്ടും മാറ്റി തന്നെ ഇന്ത്യക്ക് സുഖമായിട്ട് ജയിക്കാം, ഒരു സംശയമില്ല. ഈ പാകിസ്ഥാൻ എന്നല്ല ഏഷ്യ കപ്പിലെ മറ്റൊരു ടീം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയും ശ്രീലങ്കയായിരിക്കും ഫൈനൽ വരിക, ശ്രീലങ്കയ്ക്ക് ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ പറ്റുന്നത്. ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പരമ്പരയിൽ തന്നെ സൂപ്പർ ഫോറിൽ ആദ്യ മത്സരം തന്നെ ശ്രീലങ്കയ്ക്ക് ഒരു തിരിച്ചടി കിട്ടി. അവിടെ നിന്നാണ് അവർക്ക് പറ്റിയത്. ഇപ്പം നമ്മൾ കണ്ടല്ലോ, നമ്മൾ അവസാനം ഇന്ത്യയോട് ഒരു പൊരുതിയാണ് സൂപ്പർ ഓവറിലാണ് വീണത്. പൊരുതി കളിച്ച ടീമാണ്. ഇന്ത്യയോട് പൊരുതാൻ പറ്റിയ ഏക ടീം ശ്രീലങ്ക മാത്രമേ ഉണ്ടായുള്ളൂ. അവർക്ക് പക്ഷേ ഫൈനലിലേക്കുള്ള യോഗ്യത നേടാൻ വേണ്ടി പറ്റിയില്ല. പാകിസ്ഥാനാണ് യോഗ്യത നേടി വന്നത്. പാകിസ്ഥാൻ നമ്മൾ 2 പ്രാവശ്യം അമ്പയെ പരാജയപ്പെടുത്തി വിട്ടിയാണ്, ഇനി വീണ്ടും പരാജയപ്പെടുത്തും. അതിന് കളത്തിന് പുറത്തെ ഘടകങ്ങളും ചർച്ചകളും പലതും ഉണ്ടായിട്ടുണ്ട്. അതൊന്നുമല്ല, നമുക്ക് ക്രിക്കറ്റിലാണ് നമ്മൾ 2 പ്രാവശ്യം പരാജയപ്പെടുത്തിയത്, ഫൈനലും പരാജയപ്പെടുത്തും. തീർച്ചയായിട്ടും ഫൈനലിൽ നല്ല രീതിയിലുള്ള ഒരു വിജയം തന്നെ ഇന്ത്യൻ ടീമിന് സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.